ചക്കയുടെ കാലമായിട്ട് ഒരു ചക്ക ഉപ്പേരി ഉണ്ടാക്കിയില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പൊ ഇന്ന് ഒരു ചക്ക ഉപ്പേരി ആവാം നമുക്ക്. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. ലാസ്റ്റ് എപ്പിസോഡ് സദ്യ സ്പെഷ്യൽ കുറുക്കുകളിനായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ഡിഷിലേക്ക് പോകാം. എനിക്ക് ഇന്ന് കിട്ടിയ ചക്ക ഒരു ഇളം ചക്കയാണ്. ഉപ്പേരി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ചക്കയാണ്. ഞാനത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. സാധാരണ നീളത്തിലോ വട്ടത്തിലോ ആണ് അരിയാറ്, പക്ഷെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിന്റെ വെയിറ്റ് ഏകദേശം 325 ഗ്രാമിനടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസിനെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം. ഈ കൂട്ടിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് കൊപ്രയാണ് കേട്ടോ. ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. തേങ്ങയല്ല, കൊപ്ര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങ എടുക്കുക. തേങ്ങ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അതുകൂടാതെ ഒരു 2 തണ്ട് കറിവേപ്പില വേണം. പിന്നെ ഒരു 5-6 ചുമന്ന മുളക് വേണം, വറ്റൽ മുളക് വേണം. അത് എരിവിനനുസരിച്ച് വേണമെങ്കിലും എടുക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കൊപ്ര ചേർത്ത് കൊടുക്കുക. കൊപ്ര ചേർത്തിട്ട് വഴറ്റണം, എണ്ണയിൽ നല്ലതായിട്ട് വഴറ്റണം. അതൊന്ന് ചെറുതായിട്ട് കാരമലൈസ് ആവുന്നത് വരെ വഴറ്റണം കേട്ടോ. ഇതാ ഇപ്പം ഏകദേശം ചെറുതായിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ഒരു കാരമലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും പെരിഞ്ജീരകവും കൂടി ചേർക്കാം. ചേർത്തിട്ട് മുളക് ഒന്ന് പഫപ്പായി വരുന്നത് വരെ മാത്രം, ഒന്ന് വീർത്ത് വരുന്നത് വരെ മാത്രം, മുളകിൻ്റെ നിറം ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു പാകത്തിന് എടുക്കുക കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു പാകത്തിനായാൽ കറക്റ്റ് ആ തേങ്ങ കിടക്കുന്ന പോലെ കിടക്കും. അതുകൊണ്ടാണേ. ഉപ്പേരിയല്ലേ, അപ്പോൾ ഒന്ന് കുറച്ചിങ്ങനെ ഈ ഒരു പാകത്തിന് നിൽക്കുന്നതാണ് നല്ലത്. വീണ്ടും അതേ പാൻ അടുപ്പത്തേക്ക്, ഓൾറെഡി അതിൽ കുറച്ച് എണ്ണ ബാക്കി കിടപ്പുണ്ട്. അതിലേക്ക് 1-2 ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്, ഒരു 75 ഗ്രാം. ഞാനത് ക്ലീൻ ചെയ്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലോ വട്ടത്തിലോ അരിയാം. ഇനി ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം വലിയുള്ളി എടുക്കാം കേട്ടോ. അതും കൂടെ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കാരമലൈസ് ആയി കിട്ടിയാലും മതി. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതപ്പം ഉള്ളി ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ചക്ക മുറിച്ചു വെച്ച ക്ലീൻ ചെയ്ത് വെച്ച ചക്ക ചേർക്കാൻ പോവാണ്. സാധാരണ മഴ ഒരുപാട് കൊണ്ടിട്ടുള്ള ചക്കയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും, രുചിയും കുറവായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയ ചക്ക മഴ ഒട്ടും കിട്ടാത്തത് കൊണ്ട് അതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും. അപ്പോൾ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് അങ്ങ് ചുരുങ്ങില്ല, രുചിയും കൂടുതലായിരിക്കും. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. മുളക് പൊടി ചേർക്കുന്നത് ഒരു നിറത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ, അല്ലാതെ നമ്മൾ വേറെ മുളക് ചേർത്തിട്ടുണ്ടല്ലോ.
നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ചക്കയിൽ മഞ്ഞളും മുളക് പൊടിയും ഒക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇളക്കി ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അത്ര മതിയാവും. ഇളം ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റോളം വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി ഇരിക്കുന്നുണ്ട്. കൂടുതലും അല്ല കുറവുമല്ല. ഇനി നമ്മൾ അരച്ചു വെച്ച അല്ലെങ്കിൽ പൊടിച്ചു വെച്ച ആ മിക്സ്, നമുക്ക് തേങ്ങയുടെ മിക്സ്, കൊപ്രയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ വേവാനൊന്നുമില്ല. പക്ഷെ നമ്മൾ കഷ്ണങ്ങളും അതിൻ്റെ മസാലയും എല്ലാം കൂടി ഒന്നിച്ചിട്ട് അതിൻ്റെ സ്മെല്ലും രുചിയൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി ഒരു മിനിറ്റോളം അടച്ചു വെച്ച് ചെറുതീയിൽ വെക്കുകയാണ് കേട്ടോ. 1 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ രുചിയും മണം ഒക്കെ ഒന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇതുപോലെ കൊപ്ര ചേർത്തിട്ട് ഒരു തവണ നിങ്ങൾ വീട്ടിൽ വെച്ച് നോക്കണം. വെച്ചിട്ട് ഫീഡ്ബാക്ക് പറയണം. നല്ല രുചിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഇതിൽ ചക്ക കൊണ്ടുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് മാറ്റാനായിട്ടാണ് നമ്മളിതിൽ പെരുംജീരകം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. പിന്നെ നമ്മൾ വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഗുണോ രുചിയോ ഒന്നും നഷ്ടാവില്ല കേട്ടോ. ഇതുപോലെ എന്തായാലും എല്ലാവരും ഒന്ന് വീട്ടിൽ വെച്ച് നോക്കണം. പിന്നെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എൻ്റെ പുതിയ ഫോൺ ആയതുകൊണ്ട് ലൈറ്റിംഗ് ഇഷ്യൂസ് കൊണ്ട് ഇതിൽ ഫോട്ടോയിലെയും വീഡിയോയിലെയും കളേഴ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻകൺവീനിയൻസിന് സോറി പറയുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ.